ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ശ്യാമയുടെ പുതിയ എപ്പിസോഡില് രാധിക ഇങ്ങനെ ആ സോഫയിലിരുന്ന് മയങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ശ്യാമ വരുന്നത്. ഡോറ് തുറന്ന് ശ്യാമ രാധിക ഇരിക്കുന്ന ആ സോഫയുടെ തൊട്ടടുത്ത് നിൽക്കാണ്. അശ്വത്യമായി അവിടെ നിന്ന് എന്തോ സംസാരിക്കുന്നുണ്ട്. ശേഷം രാധിക ഇരിക്കുന്നതിന്റെ അടുത്തുകൂടെ അങ്ങ് പോവും. എന്നാ അവിടെ ഇരിക്കുന്ന ആളെ ശ്രദ്ധിക്കുന്നില്ല. പോയി കഴിയുമ്പോഴായിരിക്കും രാധിക എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഇപ്പോഴും അവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല. ശേഷം പിന്നീട് കാണിക്കുന്നത് അവിടെ ശ്യാമയോടൊപ്പം പാടാൻ വന്ന കുട്ടിയെ പാട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ ആ കുട്ടിക്ക് ശരിക്കും പാടാൻ കഴിയുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോ രാധിക പോയി നോക്കുന്നുണ്ട്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ട്യൂണ് രാധികയ്ക്ക് ഇഷ്ടാവും. രാധിക അങ്ങനെ മൂളി നോക്കുന്നൊക്കെ ഉണ്ട്. എന്നാ ഇവിടെയാണെങ്കിൽ ആ കുട്ടിക്ക് പാടാൻ പറ്റുന്നില്ല. അങ്ങനെ ശ്രീ പറയും, കുട്ടി, ശ്യാമ മേഡം വെയിറ്റ് ചെയ്യാണ്. ഇതുവരെ നന്നായി പാടിയിരുന്ന തനിക്കിത് എന്തു പറ്റി? ആ കുട്ടി ആകെ ടെൻഷനാവും. കുട്ടിയുടെ അച്ഛനും ചോദിക്കും, ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് നീ എന്താ കാണിക്കുന്നത്? അപ്പൊ ആ കുട്ടി പറയും, എന്നെ കൊണ്ട് പറ്റുന്നില്ല അച്ഛാ. ശേഷം ഹരിയോട് പറയും, മേഡത്തിന്റെ അടുത്തേക്ക് പോവും, കുറച്ച് സമയം എടുക്കും. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അയാൾ പോവും. ശേഷം വീണ്ടും ശ്രീ ആ കുട്ടിയെ പാട്ട് പഠിപ്പിക്കാണ്. അങ്ങനെ ആ കുട്ടി പാട്ട് പഠിക്കുന്നില്ലെങ്കിലും ആ ട്യൂണ് കേട്ട് രാധിക അതിങ്ങനെ മൂളി പാടാണ്. പെട്ടെന്നായിരിക്കും മറ്റേ സൈഡിലൂടെ പോയ ഹരി ഇങ്ങോട്ട് വരുമ്പോ ഈ കാഴ്ച കാണുന്നത്. അങ്ങനെ രാധികയെ കാണുമ്പോ എങ്ങനെ അതൊക്കെ ശ്രദ്ധിച്ച് ചിരിയോട് കൂടി തന്നെ നിക്ക. എന്നാ ഇങ്ങനെ കാണുന്നതും രാധിക അങ്ങ് ഞെട്ടിപ്പോവും. ഒന്ന് ചമ്മി അങ്ങ് പോവാൻ തുടങ്ങുമ്പോ ഹരി പറയും, കുട്ടിയൊന്ന് നിന്നേ, കുട്ടിയുടെ പാടാൻ വേണ്ടി വന്നതാണോ? രാധിക പറയും, അല്ല. അപ്പൊ ഹരി പറയും, കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ, ഓർമ്മ വന്നു. ഒരിക്കൽ മ്യൂസിക് കോളേജിലൊരു പ്രോഗ്രാമിനെ ശ്യാമ മേഡം പാടി നിർത്തിയ പാട്ട് പിന്നെ കുട്ടിയാണോ പാടിയത്? രാധിക അന്ന് ശ്യാമ പാട്ട് പാടി തളർന്നു വീണപ്പോ അതിന്റെ ബാക്കി പാടിയതൊക്കെ ഇങ്ങനെ ആലോചിക്കുക. ഞാൻ ആ പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു. ഏകദേശം അത് തന്നെ പോലൊരു കുട്ടിയാ, അതുകൊണ്ടാ ചോദിച്ചത്. അപ്പൊ രാധിക അറിയും, ആ, അന്ന് പാടിയത് ഞാനാണ്, അതങ്ങനെ പറ്റിപ്പോയതാ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഒരു നാണത്തില് രാധിക അവിടുന്ന് പോവാണ്. ആകെ ചമ്മിയിട്ടുണ്ടാള്. ഈ സമയം ഹരിക്ക് നല്ല സന്തോഷാവും. ഹരി റൂമിലേക്ക് പോവാണ്. എന്നാ ഈ സമയം മറ്റേ കുട്ടിക്ക് ശ്രീ പാട്ട് പഠിപ്പിക്കുകയാണല്ലോ. ആ കുട്ടി കരഞ്ഞോണ്ട് പറയും, സാർ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, നിർബന്ധിക്കല്ലേ അച്ഛാ, നമുക്ക് പോവാം. പ്രൊഡ്യൂസർ വയ്ക്കും, എന്താ കുട്ടി കാണിക്കുന്നത്? ആ കുട്ടി പറയും, സാർ പ്ലീസ്, എനിക്ക് പറ്റുന്നില്ല പറഞ്ഞിങ്ങനെ കരയാ. ഈ സമയം പ്രൊഡ്യൂസർ വയ്ക്കും, ഡോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും നേരം കാണിച്ച ക്ഷമ ഇനി ശ്യാമ മേഡം കാണിക്കുവോ? ഛേ എന്ന് പറയുമ്പോ ആ കുട്ടി കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങിയോടും. കുട്ടിയുടെ പിന്നാലെ അച്ഛനും സ്ത്രീയും അവിടുന്ന് പുറത്താക്കി പോവാണ്. അപ്പോഴായിരിക്കും ഹരി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ സ്ത്രീ അവിടെ പോയി മാറി നിന്നിട്ട് വേറൊരു കുട്ടിയെ വിളിക്കാണ്. പ്രൊഡ്യൂസർ വയ്ക്കും, എന്തായിടോ? ശ്രീ വന്നിട്ട് പറയും, ആ രണ്ട് കുട്ടികളും ഇല്ല. ഒരാൾ ബാംഗ്ലൂര് എന്തോ ടെസ്റ്റിന് പോയിരിക്കാ, മറ്റൊരാൾ സ്റ്റഡി ടൂറിനും. ഹരി പെട്ടെന്നൊരാളെ വിളിക്കാൻ ഇപ്പൊ ആരാ ഉള്ളത്? ഹരി പറയും, സാർ, ഞാനൊരു കാര്യം പറയട്ടെ. മുമ്പൊരിക്കലും ഞാൻ സാറിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ? അന്ന് മ്യൂസിക് കോളേജിലെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ശ്യാമ മാഡം നിർത്തിയ ആ പാട്ട് അതേ ഈണത്തിൽ പാടി സുന്ദരമാക്കിയൊരു പെൺകുട്ടിയുണ്ട്. അപ്പൊ പ്രൊഡ്യൂസർ പറയും, ഇവിടെ കൃത്യമായി അറിയുന്നവരെ തെരഞ്ഞിട്ട് കിട്ടുന്നില്ല. ആ നേരത്താ ഇനി ജാതകം വെച്ച് തെരയാൻ പോകുന്നത്. ഹരി പറയും, സാർ, കുട്ടി ഇവിടെ ഉണ്ട്, ഈ സ്റ്റുഡിയോയിൽ തന്നെ ഉണ്ട്, ഞാനിപ്പോ പുറത്ത് വെച്ച് കണ്ടതാ. ശ്രീ പറയും, അല്ലാതെ? അപ്പൊ ഹരി പറയും, സാർ, ആ കുട്ടിയുടെ വോയിസ് ഞാൻ കേട്ടതാ, ശ്യാമ മേഡത്തിന്റെ അതേ വോയിസാ. എനിക്ക് തോന്നുന്നത് ഇത് വളരെ ആകസ്മികമായി വന്ന ഓപ്പർച്യൂണിറ്റി ആണെന്നാ. നമുക്ക് ആ കുട്ടി ഒന്ന് ട്രൈ ചെയ്യാം സാർ. പ്രൊഡ്യൂസർ പറയും, ദേ ശ്രീ, റിസ്ക് എടുക്കാനൊന്നും എനിക്ക് വയ്യ. ഒരു കാര്യം ഞാൻ പറയാം, എന്തെങ്കിലും കാരണത്താൽ ശ്യാമ മേഡം പാടുന്നില്ലെന്ന് പറഞ്ഞാൽ തന്റെ മ്യൂസിക്കും എനിക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരും. അതില് ശ്രീ ആകെ പേടിക്കും. സാർ എന്ന് വിളിച്ച് ആകെ പേടിച്ചു നിൽക്കുക. ഹരി, നീ കോൺഫിഡൻസ് ആണോ? ഹരി പറയും, 100% ഓക്കെ ആണ് സാർ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടാവും, ശ്യാമ മേഡത്തിനും. അങ്ങനെ ശ്രീ പറയും, ഓക്കെ, നമുക്ക് ആ കുട്ടിയോട് സംസാരിക്കാം. അങ്ങനെ ഇവരെല്ലാരും കൂടെ രാധികയുടെ അടുത്തേക്ക് ചെന്നിരിക്കുക. എന്നിട്ട് രാധികയോട് കാര്യം പറയും, കുട്ടിയൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീണ് കിട്ടിയൊരു അവസരാ. പെട്ടെന്നെല്ലാം കൂടെ കേൾക്കുമ്പോ രാധിക ആകെ പേടിക്കും, ടെൻഷൻ ആവുന്നുണ്ട്. സിനിമയിൽ ഇങ്ങനെയൊക്കെയാ ഓരോരുത്തരുടെ ഭാഗ്യം തെളിയുന്നത്. രാധിക, അതൊന്നും വേണ്ട സാർ. അപ്പൊ ശ്രീ പറയും, ഓക്കെ, ആക്ച്വലി നമുക്ക് ഇന്ന് തന്നെ ഈ പാട്ട് ചെയ്തു തീർക്കേണ്ടതുണ്ട്. 3-4 കുട്ടികള് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാ, പക്ഷെ അവര് വരാവുന്ന ഒരു കണ്ടീഷനിലല്ല. താൻ ജസ്റ്റ് ഒന്ന് നോക്ക്. രാധിക പറയും, എനിക്ക് അവിടെ ഒന്നും കയറി നിൽക്കാനുള്ള ധൈര്യം പോലും ഇല്ല, അതും ശ്യാമ മേഡത്തിന്റെ കൂടെ. അപ്പൊ പ്രൊഡ്യൂസർ വയ്ക്കും, കുട്ടിയുടെ കൂടെ ആരുണ്ട്? രാധിക പറയും, ഞാൻ വിനയ മേഡത്തിന്റെ കൂടെ വന്നതാ, മേഡം അവിടെ ഡബ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ പ്രൊഡ്യൂസർ പറയും, എന്നാ നമുക്ക് വിനയ മേഡത്തോട് സംസാരിക്കാം. അപ്പോഴേക്കും ഡബിന്റെ ബ്രേക്ക് കഴിഞ്ഞ് വിനയ മേഡം അങ്ങോട്ട് വരും. എല്ലാവരും എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയാം. രഞ്ജിത്ത്, തന്റെയാണോ റെക്കോർഡിംഗ് നടക്കുന്നത്? അതെ മേഡം, സത്യം പറഞ്ഞാ ഞങ്ങൾ മേഡത്തെ ഒന്ന് കാണാനിരിക്കായിരുന്നു. വിനയ മേഡം പറയും, നമ്മുടെ കയ്യിൽ വോയിസ് മാത്രമേ ഉള്ളൂ, പാട്ടില്ല. അത് മേഡം, ഞങ്ങൾക്കൊരു പാട്ടുകാരിയാ വേണ്ടത്. ശ്യാമ മേഡത്തിന്റെ പാട്ടിലെ ഒരു പെൺകുട്ടിയുടെ പോർഷൻ ഉണ്ടായിരുന്നു. പെൺകുട്ടി ശരിയായില്ല, പക്ഷെ അതേ പാട്ട് ഈ പെൺകുട്ടി പാടുന്നത് ഞങ്ങൾ എല്ലാരും കേട്ടു. രാധിക ആകെ പേടിച്ച് ചമ്മി നിൽക്കണേ. വിനയ മേഡം ചോദിക്കും, ആഹാ ശരിക്കും? രാധിക ഇങ്ങനെ തല മുനിച്ച് നിൽക്കുക. പ്രൊഡ്യൂസർ പറയും, ഈ കുട്ടിയോട് പാടി നോക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. വിനയ മേഡം ചോദിക്കും, എന്താ രാധികെ, എന്താ നോക്കാത്തത്? രാധിക പറയും, അയ്യോ മേഡം, എനിക്കങ്ങനെ പറ്റൊന്നുമില്ല, അതൊക്കെ വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന കാര്യമല്ലേ. വിനയ മേഡം പറയും, അതെ, പേടി കൊണ്ടാ ഇവളിങ്ങനെയൊക്കെ പറയുന്നത്, ചെയ്യിച്ചെടുക്കാമെന്ന് രഞ്ജിന് ധൈര്യമുണ്ടോ? ശ്രീ പറയും, പറ്റും മാം,
വിനയ മാഡം പറയും എങ്കിലേ രാധിക പാടും. രാധിക പറയും അയ്യോ മാഡം രാധികയെ സംസാരിക്കാനേ അനുവദിക്കുന്നില്ല. ആഹാ, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി, അവർക്കൊക്കെ സന്തോഷാവും. മാഡം പറയും രഞ്ജൻ ഞാൻ ഇപ്പൊ രാധികയെ കൂട്ടി വരാം, നിങ്ങൾ നടന്നോളൂ. അവര് പോകുമ്പോ രാധിക പറയും മാഡം എന്ത് പണിയെ കാണിച്ച്, അവിടെ നാട്ടിലെ അമ്പലത്തിൽ കുളക്കടവിൽ ഇരുന്ന് പാടുന്ന പോലെയാണോ ഇവിടെ സിനിമയിലൊക്കെ പാടുന്നത്? വിനയ മേഡം പറയും രഞ്ജനെ പോലെയുള്ള മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് നിത്യേന എത്ര കുട്ടികളാ അവസരം ചോദിച്ച് ചെല്ലുന്നറിയോ, എന്നിട്ട് അയാൾ നിന്റെ ശബ്ദം മതിയെന്ന് പറയുമ്പോ അത് വേണ്ടെന്ന് പറയാ. രാധിക പറയും എന്നാലും. മാഡം പറയും അതെ, നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ജന്മം കൊണ്ട് പോലും തോറ്റുപോയവളാണെന്നൊക്കെ. അങ്ങനെയുള്ള ആളുകളെ എപ്പോഴാ ജയിക്കാന്നറിയോ? മറ്റുള്ളവര് അംഗീകരിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഒരു പാട്ടുകാരിയുടെ വില എന്താണെന്ന് കൃത്യമായിട്ട് അറിയാലോ. ശ്യാമ മേഡത്തെ ഇത്രയും ആരാധിക്കുന്ന ആളല്ലേ, അവരുടെ കൂടെ ഒരു 4 വരി ആ പാട്ട് പോപ്പുലർ ആവുകയാണെങ്കിലേ അത്രയ്ക്ക് തന്നെ നീയും വളരും, അത് വേണ്ടേ എന്നൊക്കെ പറയുമ്പോ ഒരു താല്പര്യം വരുന്നുണ്ട്. അങ്ങനെ മാഡം ചോദിക്കും എന്നാ പാടല്ലേ? രാധികയ്ക്കും മാഡം കൂടെ നിൽക്കുവോ? മാഡം പറയും കൂടെ നിൽക്കാം, പക്ഷെ കുറച്ച് കഴിയുമ്പോ കൂടെ പാടണമെന്നും കൂടെ പറയരുത്. ഒരു പരിഭ്രമവും വേണ്ട, ഇത് ദൈവം നിനക്ക് വെച്ച് നീട്ടിയ അവസരമാ. ഈ അവസരം കൃത്യമായി ഉപയോഗിച്ചാൽ പിന്നെ ശ്യാമ മേഡത്തെ കാണാൻ അലഞ്ഞു നടക്കൊന്നും വേണ്ട, ഒന്നിച്ചിരിക്കാം നിങ്ങൾക്ക് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ രാധികയ്ക്ക് സന്തോഷാവും. ഇതേ സമയം എല്ലാരും അവിടുന്ന് പോയി കഴിഞ്ഞല്ലോ. അങ്ങനെ ആ പ്രൊഡ്യൂസറെ ശ്രീയോട് പറയും രഞ്ജൻ ആ കുട്ടിക്ക് ശ്യാമ മേഡത്തിന്റെ അതേ രൂപമല്ലേ? അപ്പൊ ഒരാൾ പറയും അതെ, ഞാൻ അവിടെ വെച്ച് പറയണ്ടെന്ന് കരുതിയിട്ടാ. ശ്രീ പറയും പ്ലീസ് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ചർച്ചയൊക്കെ അപകടമാണ്. ശ്യാമ മാഡത്തിന്റെ ഒരു ഗോസിപ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ആൾക്കാര്. നമ്മളിപ്പോ അവര് തമ്മിലുള്ള സാമ്യമൊന്നും നോക്കണ്ട, നമുക്ക് പാട്ടെടുക്കണം. ആ കുട്ടി ഓക്കെ ആയാൽ മതിയായിരുന്നു. ശ്യാമയാണെങ്കില് പതിയെ കണ്ണടച്ചെങ്ങനെ ഇരിക്കുക, ഐശ്വര്യ അടുത്ത് തന്നെ ഇരുന്ന് എന്തോ മാഗസിൻ വായിക്കുക. അപ്പോ ശ്രീ അങ്ങോട്ട് വരും. ശ്യാമ മാഡം. അശ്വതി പറയും ചെറിയൊരു തലവേദന, ടാബ്ലറ്റ് കഴിച്ചിരിക്കുക. ശ്യാമയ്ക്കും എന്താ ശ്രീ പറയും സോറി മാം, ആ കുട്ടി എത്ര ശ്രമിച്ചിട്ടും ഓക്കെ ആയില്ല, അത് തിരിച്ചുപോയി. പകരം മറ്റൊരു കുട്ടി ഓക്കെ ആയിട്ടുണ്ട്, നന്നായിട്ട് പാടുന്ന കുട്ടിയാ. മാഡം ഒന്ന് വരികയാണെങ്കിലേ. ശ്യാമ പറയും ഒരു കാര്യം ചെയ്യ് ശ്രീ, ആ കുട്ടിയുടെ പോഷൻ പാടിക്കോട്ടെ. ഞാൻ വന്നിരിക്കുമ്പോ ആ കുട്ടിയും ടെൻഷൻ ആയാലോ. മാത്രമല്ല എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം. ശ്രീ പറയും ഓക്കെ മാഡം, എന്നാ ഞാൻ ആ കുട്ടിയെ കൊണ്ട് പാടിക്കാം. മാഡം ഓക്കെ ആണെന്ന് പറഞ്ഞാലേ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യും. ശ്യാമ പറയും എന്താ ശ്രീ അതൊക്കെ നിങ്ങളുടെ ഡിസിഷൻ അല്ലേ, എന്റെ ഭാഗത്തുനിന്ന് തനിക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല, ആ ഒരു ഉറപ്പ് മതിയല്ലോ. ശ്രീ പറയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയപ്പോ പ്രൊഡ്യൂസർ കുറച്ച് വയലന്റാ, അതുകൊണ്ടാ. അപ്പൊ ശ്യാമ പറയും തന്നെ എനിക്ക് എത്ര നാളായിട്ട് അറിയാവുന്നതാടോ, താനൊരു കാര്യം ചെയ്യേ, ആ കുട്ടിയെ കൊണ്ട് പാടിപ്പിക്കും, ഞാൻ വന്നോളാം. അങ്ങനെ ശരി എന്ന് പറഞ്ഞ് ശ്രീ അവിടുന്ന് പോകും. അയാൾ പോയി കഴിഞ്ഞാല് അശ്വതി പറയും ശ്യാമ ഇത്ര ലിബറൽ ആവേണ്ട കാര്യമൊന്നുമില്ല, ചില കാര്യങ്ങളില് അല്പം സ്റ്റേൺ ആവുന്നതൊക്കെ നല്ലതാ. ശ്യാമ പറയും ചേച്ചി ജീവിതം എനിക്കൊരിക്കലും ഒരു മത്സരമല്ല, അതുകൊണ്ട് ആരെയും തോൽപ്പിക്കണമെന്ന് ഒരു കാലത്തും എനിക്ക് തോന്നിയിട്ടില്ല. പുതുതായിട്ട് പാടാൻ വരുന്ന ആ പെൺകുട്ടി അവളുടെ മനസ്സിലെ പ്രതീക്ഷകള് എത്രത്തോളമായിരിക്കുന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കൂടെ പാടില്ല എന്ന് പറയുന്ന ഒരു നിമിഷം ആ പെൺകുട്ടിയുടെ ഫ്യൂച്ചർ തന്നെ ഇല്ലാതാകും. ഇപ്പൊ തൽക്കാലം നമുക്ക് ആവശ്യത്തിന് സമയമുണ്ടല്ലോ, അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് പോകുന്നില്ല. ഇതേ സമയം രാധികയെ പാട്ട് പഠിക്കുകയാണ് അവര്. സ്റ്റുഡിയോയിൽ കയറി കഴിയുമ്പോ രാധികയ്ക്ക് നല്ല ടെൻഷനുണ്ട്. പാട്ടൊക്കെ ഇങ്ങനെ ലിറിക്സ് നോക്കണേ. ഹരി വന്ന് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. വിനയ മേഡം അവിടെ തന്നെ ഉണ്ട് കൂടെ. രാധിക ഓക്കെ അല്ലേ, തുടങ്ങാം എന്ന് നോക്കുമ്പോ രാധിക ഓക്കെ ആണ് സർ എന്ന് പറയും. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് കൃഷ്ണനോട് പ്രാർത്ഥിക്കും. പാട്ടിങ് പാടാൻ തുടങ്ങുമ്പോ തന്നെ വിനയ മേഡത്തിനൊക്കെ ഒരുപാട് ഇഷ്ടാവുന്നുണ്ട്. അവിടെ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും എല്ലാവർക്കും അവരുടെ മുഖത്തൊക്കെ നല്ല സന്തോഷം. അങ്ങനെ രാധികയുടെ പോർഷൻ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ട്. പാടി കഴിയുമ്പോ രാധിക ആകെ പേടിക്കും, ടെൻഷനോടെ കണ്ണടച്ചങ്ങനെ നിൽക്കുക. അങ്ങനെ വിനയ മേഡം അടുത്തേക്ക് വരും. മേഡത്തിന്റെ കണ്ണൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. രാധിക ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുക. മേഡം അടുത്തേക്ക് വന്ന് രാധികയെ ചേർത്ത് കെട്ടിപ്പിടിക്കും. സന്തോഷം കൊണ്ട് രാധികയുടെ കണ്ണം നിറഞ്ഞു പോവാ. അപ്പോഴേക്കും ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാരും അങ്ങോട്ട് വരും. അങ്ങനെ വിനയ മേഡം പറയും മോളെ ഗംഭീരമായി. രാധികയ്ക്കും നല്ല സന്തോഷാവും. ശരിക്കും അതെ എന്ന് മേഡം കരഞ്ഞോണ്ടാ പറയണത്. അപ്പോ ശ്രീ പറയും എടോ താൻ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ, ഇത്രയൊക്കെ കഴിവുണ്ടായിട്ടാണോ ഞങ്ങൾ വന്ന് പാടാൻ നിർബന്ധിച്ചപ്പോ മടി കാണിച്ചത്? ദേ കുട്ടി ഒരു സംശയവും വേണ്ട, അടുത്ത ശ്യാമ മേഡം കുട്ടി തന്നെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോ രാധിക അയ്യോ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാനാവാതെ ഇങ്ങനെ നിക്കാണ്. വിനയ മേഡം പറയും അതെന്തായാലും അവള് സമ്മതിച്ചു തരില്ല. ശ്യാമ മേഡം എന്ന് പറഞ്ഞാലേ പുള്ളിക്കാരിയുടെ മനസ്സിലെ ദൈവത്തിന്റെ സ്ഥാനമാ, അതിനൊപ്പാണെന്ന് പറഞ്ഞ് എന്റെ കൊച്ചിനെ വിഷമിപ്പിക്കരുതേ. എനിവേ താനെന്തായാലും ഞങ്ങളൊരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുത്തി. അപ്പൊ ശ്രീ പറയും പക്ഷേ നമ്മളിനിയും കാണും കേട്ടോ, താൻ ഇനിയും പാടും. അപ്പൊ പ്രൊഡ്യൂസറെ ഒരു ചെക്ക് കൊടുക്കണേ കവറിൽ പൊതിഞ്ഞിട്ട്. ഇതെന്താ സർ? ഡയറക്ടർ പറയും ഒരു ചെറിയ പ്രതിഫലമാണ്. കുറച്ചു കാലം കഴിഞ്ഞ് വലിയ ആളാവുമ്പോ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ആദ്യ പ്രതിഫലം ഞാനാ തന്നതെന്ന്. രാധിക പറയും അയ്യോ ഇതൊന്നും വേണ്ട സാർ. വിനയ മേഡം പറയും അത് വാങ്ങിച്ചോളൂ. അങ്ങനെ നിർബന്ധിക്കുമ്പോഴാണ് രാധിക അത് 2 കൈ കൊണ്ട് സ്വീകരിക്കുന്നത്. എന്നിട്ട് അത് കണ്ണിൽ തൊട്ട് വെക്കും. അങ്ങനെ വിനയ മേഡം പറയും ഇനി 2 പേരുടെയും അനുഗ്രഹം വാങ്ങിക്കൂ. അങ്ങനെ രാധിക ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാണ്. ശേഷം വിനയ മേഡത്തിന്റെയും. മേഡം എന്ന് പറഞ്ഞ് കാലിൽ തൊടിക്കാൻ സമ്മതിക്കുന്നില്ല, എന്നാ കൈ കൊണ്ട്
തലയിൽ വെച്ച് അനുഗ്രഹം കൊടുക്കുക. അത് കഴിഞ്ഞാല് വിനയ മേഡം പറയും, അതെ രഞ്ജൻ, ശ്യാമ മേഡത്തെ ഒന്ന് കാണാൻ പറ്റുമോ ഇപ്പോ? ശ്രീ പറയും, തലവേദന എടുക്കുന്നു, റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പോയതാണ്, ഓക്കെ ആയോന്ന് അറിയില്ല. അപ്പൊ തന്നെ രാധികയ്ക്ക് അങ്ങ് വിഷമാവും. മാഡം പറയും, എന്നാ പിന്നെ ബുദ്ധിമുട്ടിക്കണ്ട, പിന്നീട് എപ്പോഴെങ്കിലും കണ്ടോളാം. ശ്രീക്കും, മാഡം കുറച്ചു നേരം കൂടെ ഉണ്ടാവുമോ? വിനയ മാഡം പറയും, ഒരു സീൻ, അത് കഴിഞ്ഞാൽ മടങ്ങും. രഞ്ജിത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി, ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം അവര് പോവാണ്. രാധികയ്ക്കാണെങ്കിൽ എല്ലാം കൂടെ ആയിട്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റാതെ അത്ര സന്തോഷത്തിലാണ്. മാഡം ഇപ്പൊ ഇവിടെ എന്താ നടന്നത്? മാം ഈ പാട്ട് ശരിക്കും സിനിമയിലിടുവോ? പിന്നല്ലാതെ ശ്യാമ മാഡത്തിന്റെ ശബ്ദവും നിന്റെ ശബ്ദവും കൂടെ ഒന്നിച്ചാണ് ആൾക്കാർ കേൾക്കുന്നത്. രാധികയ്ക്ക് അതിലുപരി മറ്റൊരു സന്തോഷമില്ല, നല്ല സന്തോഷത്തില. എന്നാലും ശ്യാമ മാഡത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. വിനയ മാഡം പറയും, കാണും, നിങ്ങൾ തമ്മിൽ കാണും എന്ന് വാക്ക് കൊടുക്കാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്യാമയും ഐശ്വര്യയും അവിടെ എന്തോ കോഫി കുടിക്കുക. അപ്പോഴായിരിക്കും അങ്ങോട്ട് ശ്രീ വരുന്നത്. ശ്യാമയ്ക്കും, എന്താ ശ്രീ, ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ശ്രീ പറയും, നോ മാം, ഒരു പ്രോബ്ലം ഇല്ല. ആ കുട്ടി സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചു, ഗംഭീരായിട്ട് പാടി. നമ്മുടെ ആദ്യത്തെ കുട്ടി ഉണ്ടല്ലോ ടീന, ആ കുട്ടി തിരിച്ചു പോയത് നന്നായി എന്നുള്ള ഒരു വിചാരത്തിലാ ഞങ്ങളെല്ലാവരും. അത്രയ്ക്ക് ഗംഭീരായിട്ടുണ്ട് മാഡം. ശ്യാമ പറയും, താൻ ഇത്രയ്ക്ക് കോൺഫിഡൻസിൽ പറയുമ്പോ എനിക്കതില് സംശയമൊന്നുമില്ല. തനിക്ക് മ്യൂസിക്കിനോടുള്ള കോൺഫിഡൻസ്, പാഷൻ, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മാഡം വന്നൊന്ന് കേട്ടു നോക്കുകയാണെങ്കിൽ. ശ്യാമയ്ക്കും, ഞാൻ കേൾക്കണോ? ശ്രീ പറയും, എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ് മാം, പ്ലീസ് എന്ന് പറയുമ്പോ ശ്യാമ പറയും, ശരി കേട്ടോളാം എന്ന് പറഞ്ഞ് ശ്യാമ ആ പാട്ട് കേൾക്കാനായിട്ട് പോവാണേ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഭാഗത്തിലുള്ളത്. ശ്യാമ ആ പാട്ട് കേട്ട് കഴിയുമ്പോഴായിരിക്കും അത് പാടിയത് അന്നത്തെ മ്യൂസിക് കോളേജിൽ വെച്ചിട്ടുള്ള പാടിയ ആ കുട്ടി തന്നെയാണെന്ന്, അത് തന്റെ മകളാണെന്നുള്ള ഒരു തിരിച്ചറിവിലെത്താണ് ശ്യാമ. ഉടൻ തന്നെ ആ കുട്ടി എവിടെയെന്ന് ചോദിച്ച് പോവാൻ തുടങ്ങണേ. എന്നാൽ ശ്യാമയെ കാണാൻ കഴിയില്ലെന്ന് നേരത്തെ ശ്രീ പറഞ്ഞതുകൊണ്ട് തന്നെ വിനയ മാഡം ഡബ്ബിങ് കഴിഞ്ഞാല് രാധികയെ കുട്ടി അവിടെ നിന്ന് ഇറങ്ങുക. അങ്ങനെ അവരെ ഇറങ്ങുന്ന സമയത്ത് രാധികയെ കാണാനായി ഓടിച്ചെല്ലുന്ന ശ്യാമയെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് നല്ല ത്രില്ലിംഗ് എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്